പ്രൈസ് ദി ലോർഡ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അവൻ ആശ്രയിക്കാൻ, അഭയം തേടാൻ സർവശക്തനായ ദൈവമുണ്ട് എന്നുള്ള വസ്തുതയാണ്. അത് സനാതനമായ ഒരു സത്യമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നു, നമുക്കൊരു കർത്താവേ ഉള്ളൂ. ആരിലൂടെയാണോ സർവവും സൃഷ്ടിക്കപ്പെട്ടത്, ആരിലൂടെയാണോ സർവവും നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു സർവാധിപനും പ്രഥമസ്ഥാനീയനുമായ സർവശക്തനുമായ ദൈവം നമ്മുടെ പക്ഷത്താണ്. ഈ വിശ്വപ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കൂ. അവ നമ്മെ ദൈവസ്നേഹത്തിൻ്റെ അഗാധതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആകാശത്തിൻ്റെ നീലിമയും ആഴിയുടെ അഗാധതയും, മന്ദമാരുതൻ്റെ കുളിർ തെന്നലും, പക്ഷിയുടെ കളകോചനവും, പാരിജാതത്തിൻ്റെ പരിമളവും, പനിനീർപ്പൂവിൻ്റെ സൗരഭ്യവും ദൈവമഹത്വത്തെയല്ലേ പ്രകീർത്തിക്കുന്നത്? മനുഷ്യന് അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഈ വിശ്വപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ സർവശക്തനായ ദൈവത്തിന് കേവലം ഒരു വാക്ക് മാത്രം മതിയായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നു, അവിടുന്ന് അരുളി ചെയ്തു, ഉണ്ടാകട്ടെ, ഉണ്ടായി. വെറും പൂഴിയായ നമ്മെ അവിടുത്തെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ച് ദൈവമക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തി. നമ്മുടെ ആശ്രയവും അഭയവും കോട്ടയുമായ നല്ല തമ്പുരാനെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, അധരത്തിൽ നിന്ന് ഉയരുന്ന നന്ദിയുടെ സ്തുതികളാൽ, ആരാധനയുടെ വാക്കുകളാൽ സർവ സൃഷ്ടികളോടും സർവ ജീവജാലങ്ങളോടും ഒന്ന് ചേർന്ന് പാടിപ്പുകഴ്ത്താം. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. മഹിമയിൽ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യം, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യം, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. പരിശുദ്ധനായവനെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. മഹത്വവും ആഹ്ലാദവും സന്തോഷത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. ദൈവത്തിൻ്റെ മഹത്വം അറിയുവാൻ നാം എത്രയോ ചെറുതാണ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ, ദൈവമേ, അങ്ങ് സൃഷ്ടിച്ച സൂര്യനെയും ചന്ദ്രനെയും ആകാശഗോളങ്ങളെയും കാണുമ്പോൾ മനുഷ്യരെ ഓർക്കാൻ മാത്രം അവൻ ആരാണ്?
വെറും പൂഴിയായ എന്നെ പൂഴിയിൽ നിന്ന് ഉയർത്തി സൃഷ്ടിയുടെ മകുടമാക്കി തീർത്ത ദൈവമേ, എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ ആരാധിക്കേണ്ടത്? അങ്ങയുടെ ആത്മാവിനാൽ ആകർഷിക്കപ്പെട്ടാലല്ലാതെ അങ്ങയെ ആരാധിക്കാൻ ഞങ്ങൾക്കാവുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. പരമകാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, ഞങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് അങ്ങയുടെ ആത്മാവിൻ്റെ വരദാനങ്ങൾ നൽകി നിറച്ച് സൃഷ്ടിയുടെ മകുടമായി തീർക്കാനുള്ള അനുഗ്രഹവും തിരിച്ചറിവും നൽകി അനുഗ്രഹിക്കണമേ. ഹൃദയത്തിൽ നിന്ന് അതരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന നന്ദിയുടെ സ്തുതികളാൽ ഈശ്വര ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ആലപിക്കുന്നു. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യനാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യനാഥന്റെ കരവിരുത്. മഹിമയിൽ പ്രഭു താൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭു താൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സർവാധിപനും സർവത്തിൻ്റെ ഉടയവനും പ്രഥമ സ്ഥാനീയനുമായ നമ്മുടെ ദൈവത്തെ പോലെ മറ്റാരുണ്ട്? അവിടുന്ന് നമ്മെ അതിശയിപ്പിക്കുന്ന സ്നേഹത്താൽ നമ്മളെ വീണ്ടെടുക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ. രോഗികൾ സുഖമാക്കപ്പെടുന്നു, ബന്ധിതർക്ക് മോചനം നൽകുന്നു, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. വെള്ളത്തിന്മീതെ നടക്കുന്നവൻ, അഗ്നിയെ ശമിപ്പിക്കുന്നവൻ, അവിടത്തേക്ക് തുല്യനായി ആരുമുണ്ട്? സർവ നന്മകളും നൽകി സർവ സൗഭാഗ്യങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാനെ നമുക്ക് പാടിപ്പുകഴ്ത്താം. കീർത്തിക്കും ഞാൻ യേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ യേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൽ പ്രഭു താൻ മഹത്വത്തിൽ യോഗ്യം, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭു താൻ മഹത്വത്തിൽ യോഗ്യം, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശു
കാരുണ്യവാനായ നല്ല ദൈവമേ, സർവ്വ സൃഷ്ടികൾക്കും ഉടയവനായവനെ, യേശുവേ നന്ദി. സൃഷ്ടിയുടെ മകുടമാക്കി ഞങ്ങളെ ഉയർത്തിയ നല്ല തമ്പുരാനെ, യേശുവേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വം വെച്ച് നോക്കുമ്പോൾ, അങ്ങയുടെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ, അങ്ങേക്ക് മുമ്പിൽ വരാൻ പോലും അർഹത ഞങ്ങൾക്കില്ല. വെറും ഒരു മൺതരി മാത്രമാണെങ്കിലും ഞാനും അവിടുത്തെ സൃഷ്ടിയാണല്ലോ. യേശുവേ വെറും മൺതരി മാത്രമായ എന്നെ അങ്ങ് എത്രയധികം അനുഗ്രഹിക്കുന്നു, വഴി നടത്തുന്നു, പരിപാലിക്കുന്നു. സ്നേഹനാഥ, എൻ്റെ ഹൃദയത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി വേറൊരു നാമമില്ല. യേശുവേ സർവശക്തനും പ്രഥമസ്ഥാനീയനുമായ യേശു ക്രിസ്തു, നമ്മെ വീണ്ടെടുക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന നമ്മുടെ കർത്താവ്, യേശുവേ ആരിലും ആരാധ്യനായവൻ, എല്ലാ മഹത്വത്തിനും യോഗ്യനായവൻ. യേശുവേ ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നമ്മളെ ഉയർത്തി പാപവും നന്മയും തിരിച്ചറിയുവാനുള്ള അറിവ് തന്നു. നന്മയെയും തിന്മയെയും സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നു. യേശുവേ മനുഷ്യൻ ആ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചപ്പോൾ, പാപത്തിൻ്റെ വഴിയെ ചരിച്ചപ്പോൾ, പാപത്തിനടിമയായപ്പോൾ, മരണത്തിനടിമയായപ്പോൾ, അവനെ വീണ്ടെടുക്കാൻ പിതാവായ ദൈവം സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. കർത്താവായ യേശു 3 ആണ്ടുകളിൽ പിടഞ്ഞു മരിച്ച് അവിടുത്തെ രക്തം നമുക്കായി ചിന്തി തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. ആ മഹനീയ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുക. കരുതുന്ന സ്നേഹം, എനിക്ക് നിന്നെപ്പറ്റി കരുതലുണ്ട്. ആശ്വസിപ്പിക്കുന്ന സ്നേഹം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ക്ഷമിക്കുന്ന സ്നേഹം, തളർവാദ രോഗിയോട് അവിടുന്ന് അരുളി ചെയ്തു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക. വീണ്ടെടുക്കുന്ന സ്നേഹം, മഗ്ദലന മറിയത്തെ പാപിനിയായ സ്ത്രീ എന്ന പദവിയിൽ നിന്നും വിശുദ്ധയായ സ്ത്രീ എന്ന അവസ്ഥയിലേക്ക് മാറ്റിയ സ്നേഹം. ക്ഷമിക്കുന്ന സ്നേഹം, എത്ര സ്തുതിച്ചാലാണ്, എത്ര പാടി പുകഴ്ത്തിയാലാണ് ദൈവത്തിന് സ്വീകാര്യമായ, ദൈവത്തിന് യോഗ്യമായ നന്ദി അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുക. ഓർക്കുക, സർവശക്തനും മഹത്വപൂർണവാനുമായ ദൈവത്തിന് കേവലം സൃഷ്ടികളായ നമ്മളോട് സ്തുതിയോ ആരാധനയോ പുകഴ്ചയോ ആവശ്യമില്ല. പക്ഷേ നാം ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്വത്തെ നാം അംഗീകരിക്കുന്നു. ദൈവത്തിൻ്റെ ദൈവത്വത്തെ നാം ജീവിതത്തിൽ സ്വീകരിക്കുന്നു. നാം അവിടുത്തെ ആദരിക്കുന്നു. ദൈവത്തെ നാം ദൈവമായി അംഗീകരിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ, കൃപയുടെ ചാലുകൾ, അനുഗ്രഹത്തിൻ്റെ അരുവികൾ നമ്മിലേക്ക് ഒഴുകി വരുന്നു. നമ്മെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്നു. ദൈവമഹത്വത്തിൻ്റെ ആഴം, ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അവിടുത്തെ തിരഞ്ഞെടുപ്പുകൾക്ക് പ്രായപരിധിയില്ല, അനുഭവ സമ്പത്തിൻ്റെ ആവശ്യമില്ല. ജീവിത അവസ്ഥകളെ അവിടുന്ന് നോക്കുന്നില്ല. ബലഹീനരായവരെ തിരഞ്ഞെടുക്കുന്നു, ബലം നൽകി അനുഗ്രഹിക്കുന്നു. പാടിപ്പുകഴ്ത്താം നമുക്ക് ആരിലും ആരാധ്യവനായവനെ, സർവശക്തനായവനെ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, അധരത്തിൽ നിന്ന് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം സമർപ്പിച്ച് ഏകസ്വരത്തിൽ പാടിപ്പുകഴ്ത്താം.
രാജാവും നീ, ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവും നീ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന സ്തുതി രാജാവിന്. ഈ ഭൂമിയിൽ ദൈവമല്ലാതെ നമുക്ക് എന്ത് ആശ്രയമാണുള്ളത്? ഈ ഭൂമിയിലെ സന്തോഷങ്ങൾ, സൗഭാഗ്യങ്ങൾ എല്ലാം നശ്വരമാണ്. നാം നേടിയ സമ്പത്ത്, നാം നേടിയ അറിവ്, നമ്മുടെ സ്വാധീനം, ബന്ധുമിത്രാദികൾ എന്നും കൂടെ നിൽക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാം നമ്മെ വിട്ടുപോകും. സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോകുകയില്ല, ഒരിക്കലും നിരാശരാവുകയില്ല. പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ദൈവത്തിന് തൻ്റെ ദാസരോടുള്ള സ്നേഹം മാറ്റപ്പെടുന്നില്ല. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ് എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവിടുന്നാണ് എൻ്റെ കോട്ടയും എൻ്റെ ബലവും എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ദൈവവും. ആ ദൈവം കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? കർത്താവ് കടലാണെങ്കിൽ കപ്പൽ അപകടത്തെ ഞാൻ എന്തിനു ഭയപ്പെടണം? ഒരുമിച്ച് സർവശക്തനായ ആരാധ്യനായ ദൈവത്തെ പാടിപ്പുകഴ്ത്താം. എത്ര പാടിപ്പുകഴ്ത്തിയാലും എത്ര സ്തുതിച്ചാലും അവിടത്തേക്ക് യോഗ്യമായ സ്തുതികൾ അർപ്പിക്കുവാൻ നമുക്കാവുകയില്ല. വിനീത ഹൃദയത്തോടെ സർവസ്നേഹത്തോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥാ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥാ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന സ്തുതി രാജാവിന്. 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 കാരുണ്യവാനായ നല്ല ദൈവമേ, സൃഷ്ടികൾക്കുടയവനായവനെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് അത്യുന്നതനാണെങ്കിൽ, അങ്ങ് മഹത്വമർദ്ദിക്കുന്നവനാണെങ്കിലും, അങ്ങ് പ്രഥമ സ്ഥാനീയനാണെങ്കിലും, ഞാൻ വെറുമൊരു മൺതരി മാത്രമാണെങ്കിലും ഞാനും അവിടുത്തെ സൃഷ്ടിയാണല്ലോ. അങ്ങനെ വാനോളം ഉയർത്തി എന്നെ വഴി നടത്തി എന്നെ അനുഗ്രഹിച്ചു. അറിയിക്കാത്ത നന്മകൾ നൽകി എന്നെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമുക്ക് സ്വരം ഉയർത്തി, കൈകൾ ഉയർത്തി നമ്മുടെ സർവശക്തനായ നല്ല ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഈ ഭൂമിക്കുടയവനായവനെ, വാക്കാൽ സർവ്വതിനെയും സൃഷ്ടിച്ചവനെ, അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ മെനഞ്ഞവനെ,
അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പെറ്റമ്മ മറന്നാലും എന്നെ മറക്കില്ല എന്ന് എനിക്ക് വാഗ്ദാനം നൽകിയ ദൈവമേ, മലകൾ മാറ്റപ്പെട്ടാലും കുന്നുകൾ അകന്നു പോയാലും അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം, അചഞ്ചലമായ സ്നേഹം ഒരിക്കലും മാറുകയില്ല എന്ന് എന്നോട് അരുളി ചെയ്ത കർത്താവേ, ജീവന്റെ അപ്പമായ കർത്താവേ, രക്തം നൽകി എന്നെ രക്ഷിച്ച കർത്താവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു, അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. സർവ്വ അധികാരങ്ങളും സർവ്വ മഹത്വത്തിനും ഉടയനായവനെ, ലില്ലിപ്പൂവിന് സൗന്ദര്യവും സോളമന്റെ വിജ്ഞാനത്തെക്കാൾ അതിശയിപ്പിക്കുന്നതാക്കി തീർത്ത ദൈവമേ, സാമ്രാജ്യങ്ങൾ അങ്ങേക്ക് മുമ്പിൽ അടിയറ പറയുന്നു. ഭൂമി അങ്ങയുടെ ചുമ്പിൽ നമിക്കുന്നു. ആകാശഗോളങ്ങൾ അങ്ങയുടെ വിരൽത്തുമ്പിൽ ചുറ്റുന്നു. ഇവയെല്ലാം അങ്ങ് പരിപാലിക്കുന്നു. എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി അങ്ങ് പരിണമിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരയണമേ. വഴിതെറ്റിപ്പോയവരെ അങ്ങ് നേരെയാക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അങ്ങ് പരിഹരിക്കണമേ. ജീവിക്കുന്ന അങ്ങയുടെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളെ വീണ്ടെടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വം. കർത്താവെ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഞങ്ങളെ അങ്ങയുടേതാക്കി മാറ്റണമേ. ഞങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതാവസ്ഥകളിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ കരുതുന്ന ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ. പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. അങ്ങയുടെ വചനത്തിൻ്റെ സംവാഹകരായി മാറ്റണമേ. പരിശുദ്ധ രൂപിയുടെ ദാനങ്ങൾ ഒഴുകുന്ന ചാനലുകളാക്കി ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി. സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.